KRLCBC പ്രൊക്ലമേഷൻ മിനിസ്ട്രിയും ഷാലോം ടിവിയും ചേർന്ന് നടത്തുന്ന സുവിശേഷം യുദ്ധം. പ്രിയമുള്ളവരെ, നമുക്കൊന്ന് ഒരു പ്രാർത്ഥനയോടെ ആരംഭിക്കാം. നമുക്ക് ഒരുമിച്ചൊന്ന് കർത്താവിനെ സ്തുതിക്കാം. യേശുവേ സ്തോത്രം, ഹല്ലേലൂയ. ദൈവമേ സ്തുതി, യേശുവേ ആരാധന, ദൈവമേ സ്തോത്രം, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവമേ സ്തോത്രം, 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 സ്തോത്രം. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഈശോ മിശിഹായെ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു. ദൈവമേ സ്തോത്രം, ദൈവമേ സ്തോത്രം. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ ആരാധന. പുകഴ്ത്തിടാം യേശുവിനെ, ക്രൂശിലെ ജയാളിയെ. സ്തുതിച്ചിടാം യേശുവിനെ, സ്തുതിക്കവൻ യോഗ്യനല്ലോ. പുകഴ്ത്തിടാം യേശുവിനെ, ക്രൂശിലെ ജയാളിയെ. സ്തുതിച്ചിടാം യേശുവിനെ, സ്തുതിക്കവൻ യോഗ്യനല്ലോ. ആരാധിക്കാം യേശുവിനെ, അധികാരമുള്ളവനെ. വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ, ആരിലും ഉന്നതനെ. ആരാധിക്കാം യേശുവിനെ, അധികാരമുള്ളവനെ. വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ, ആരിലും ഉന്നതനെ. വിശ്വസിക്കാം യേശുവിനെ, ഏകരക്ഷകനെ. ഏറ്റുപറയാം യേശുവിനെ, കർത്താവേ കർത്താവിനെ. വിശ്വസിക്കാം യേശുവിനെ, ഏകരക്ഷകനെ. ഏറ്റുപറയാം യേശുവിനെ, കർത്താവേ കർത്താവിനെ. ആരാധിക്കാം യേശുവിനെ, അധികാരമുള്ളവനെ. വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ, ആരിലും ഉന്നതനെ. ആരാധിക്കാം യേശുവിനെ, അധികാരമുള്ളവനെ. വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ, ആരിലും ഉന്നതനെ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. KRLCBC പ്രൊക്ലമേഷൻ കമ്മീഷൻ ഷാലോം ടെലിവിഷനോട് ചേർന്ന് നടത്തുന്ന സ്പിരിച്വൽ വാർ, ആത്മീയ യുദ്ധം എന്ന ഈ തിരുവചന ശുശ്രൂഷയിലേക്ക് എല്ലാവരെയും പ്രത്യേകം സ്വാഗതം ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു യുദ്ധത്തിന് വേണ്ടി തയ്യാറെടുക്കുന്നതിനെക്കുറിച്ച് നാം കേൾക്കുകയായിരുന്നു. നമുക്കറിയാം, എഫേസസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ 6-ാം അധ്യായത്തിൽ 10 മുതലുള്ള വാക്യമാണ് നാം വായിച്ച് കേട്ടത്. അവിടെ നാം കേട്ടതെന്താ? അവസാനമായി കർത്താവിലും അവിടുത്തെ ശക്തിയുടെ പ്രാഭവത്തിലും നിങ്ങൾ കരുത്തുള്ളവരാകുവിൻ. സാത്താൻ്റെ കുടിലതന്ത്രങ്ങളെ എതിർത്തു നിൽക്കുവാൻ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ. എന്തെന്നാൽ നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല, പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും അന്ധകാര ലോകത്തിൻ്റെ അധിപന്മാർക്കും സ്വർഗീയ ഇടങ്ങളിൽ വർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കും എതിരായിട്ടാണ് നാം പടവെട്ടുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ 2 ദിവസങ്ങളിലായിട്ട് ദൈവത്തിൻ്റെ ശക്തിയുടെ പ്രാഭവത്തിൽ നാം കരുത്തുള്ളവരാകണമെന്നും സാത്താൻ്റെ കുടിലതന്ത്രങ്ങൾ എതിർത്ത് നിൽക്കുവാൻ, എന്താണ് സാത്താൻ നമ്മുടെ ജീവിതത്തിന് നേരെ പ്രയോഗിക്കുന്ന കുടിലതന്ത്രങ്ങൾ എന്നതിനെക്കുറിച്ചും നാം കേൾക്കുകയായിരുന്നു. 3-ാം ദിവസം നാം കേൾക്കുന്നത് എഫേസസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ 6-ാം അധ്യായം 12-13 വാക്യങ്ങൾ നമുക്ക് വായിച്ച് കേൾക്കാം. എഫേസസുകാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 12-13 വാക്യങ്ങൾ. എന്തെന്നാൽ നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല, പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിൻ്റെ അധിപന്മാർക്കും
സ്വർഗീയ ഇടങ്ങളിൽ വർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കും എതിരായിട്ടാണ് പടവെട്ടുന്നത്. അതേ, ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. എന്തെന്നാൽ നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല പടവെട്ടുന്നത്. യേശുവില് ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട സഹോദര, ഇതാ കർത്താവിൻ്റെ വചനം പറയുകയാണ്, നാം ഒരു യുദ്ധക്കളത്തിലാണ്. ഈ യുദ്ധക്കളത്തിൽ നാം പടവെട്ടുന്നത് ആരോടാണ് എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ പ്രത്യേകം പഠിപ്പിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ വചന സന്ദേശം നമ്മുടെ ജീവിതത്തെ ഏറെ സഹായിക്കുമെന്നുള്ളതിൽ എനിക്കൊട്ടും സംശയമില്ല. എന്താ കാരണം? നവീകരണ അനുഭവത്തിലേക്ക് വന്ന അനേക വിശ്വാസികളുടെ ജീവിതത്തിൽ അനേകരെ അലട്ടുന്ന ഒരു വലിയ വിഷയമുണ്ട്. നമുക്കറിയാം, നാം ഒരു ധ്യാനം കൂടുമ്പോൾ നമ്മൾ തീരുമാനങ്ങൾ എടുക്കും. യേശുവിൻ്റെ പിന്നാലെ പോകുവാൻ ഞാൻ എൻ്റെ ഹൃദയത്തിൽ തീരുമാനമെടുക്കുന്നു. നല്ല നല്ല തീരുമാനങ്ങൾ എടുത്തിട്ട് നാം ധ്യാന കേന്ദ്രത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. യഥാർത്ഥത്തിൽ എന്താ സംഭവിക്കുന്നത്? നാം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു തീരുമാനമുണ്ട്, നമ്മൾ യേശുവിൻ്റെ പിന്നാലെയാണ് പോകുന്നത്. അതുകൊണ്ട് ഒന്നിനെയും ഭയപ്പെടേണ്ട, നമ്മൾ വളരെ സന്തോഷത്തോടെ പോകുകയാണ്. ഇങ്ങനെ നല്ല സന്തോഷത്തോടെ നല്ല തീരുമാനത്തോടെ പോയ കാലം എൻ്റെ ജീവിതത്തിലും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ സന്തോഷമാണ് യേശുവിൻ്റെ കൈ പിടിച്ചുള്ള, യേശുവിനോട് ചേർന്നുള്ള ജീവിതം. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ചില പ്രലോഭനങ്ങൾ, ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചില പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒരു കെണി പോലെ വന്ന് പെടുന്ന അനുഭവം. യഥാർത്ഥത്തിൽ നമുക്ക് അതിനെക്കുറിച്ച് ഒരു ജാഗ്രതയില്ല. എന്തുകൊണ്ടാണത് സംഭവിക്കുന്നതെന്ന് നമുക്കാർക്കും അറിയാൻ പാടില്ല. അതുകൊണ്ട് നാം എന്തു ചെയ്യുന്നു? ഈ പ്രതിസന്ധിയുടെ മുമ്പിൽ പകച്ചു പോകുമെന്ന് മാത്രമല്ല, ചിലപ്പോൾ നമ്മൾ വീണു പോകും. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ തീരുമാനമെടുത്തതല്ലേ? നമ്മൾ തീരുമാനമെടുത്തു. നമ്മൾ യേശുവിൻ്റെ കൂടെ നടന്നവരല്ലേ? നമ്മൾ യേശുവിൻ്റെ കൂടെ നടന്നു. എന്നിട്ടും നമ്മൾ എന്തുകൊണ്ടാണ് വീണുപോയത്? എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളിപ്പോൾ വായിച്ചതെന്താ? നിങ്ങൾ യുദ്ധക്കളത്തിലാണ്. ഈ യുദ്ധക്കളത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ പ്രലോഭനങ്ങളുമായി ബന്ധപ്പെട്ട്, പരീക്ഷണങ്ങളുമായി ബന്ധപ്പെട്ട് സാത്താൻ ചില കെണികൾ നമ്മുടെ ജീവിതത്തിൽ ഒരുക്കും. 1 പത്രോസ് 5-ാം അധ്യായത്തിൽ 8-ാമത്തെ വാക്യത്തിൽ നാം അത് വായിക്കുന്നുണ്ട്. 1 പത്രോസ് 5:8. നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടക്കുന്നു. അതെ, നിങ്ങൾ സമചിത്തതയോടെ ഉണർന്നിരിക്കുവിൻ. നിങ്ങൾ എന്തിനാണ് ഉണർന്നിരിക്കേണ്ടത്? നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനം നമുക്കൊരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. നിങ്ങൾ ഉണർന്നിരിക്കുവിൻ. എങ്ങനെ ഉണർന്നിരിക്കാനാണ് പറയുന്നത്? സമചിത്തതയോടെ ഉണർന്നിരിക്കുവിൻ. കാരണം എന്താ? നിങ്ങളുടെ ശത്രുവായ പിശാച്. അതെ, നമുക്കൊരു ശത്രുവുണ്ട്. നാം തൊട്ടു മുമ്പ് വായിച്ചത് ഓർക്കുന്നില്ലേ? മാംസത്തിനും രക്തത്തിനുമെതിരായിട്ടല്ല നമ്മൾ പടവെട്ടുന്നത്. യഥാർത്ഥത്തിൽ നമ്മുടെ ശത്രുക്കള് മനുഷ്യരല്ല, മനുഷ്യർക്കെതിരെയല്ല നാം യുദ്ധം ചെയ്യുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ശത്രു പിശാചാണ്. ഈ പിശാച് എങ്ങനെയാണ് നമ്മുടെ ജീവിതയാത്രയിൽ വരുന്നതെന്നാ പറയുന്നത്? അലറുന്ന സിംഹത്തെ പോലെ. നമുക്കറിയാം, ഒരു ഇര, ഒരു കെണിയിൽപ്പെട്ട അവസ്ഥയാണ് ഒരു സിംഹത്തിൻ്റെ മുമ്പിൽ പെട്ടുപോകുന്ന അവസ്ഥ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അലറുന്ന സിംഹത്തിൻ്റെ മുന്നിൽ ഏതെങ്കിലും ഒരു ജീവി മുന്നിൽ വരികയാണെങ്കിൽ ഈ അലറുന്ന സിംഹം അലറിക്കൊണ്ട് അതിൻ്റെ മേൽ ചാടി വീഴുന്ന അനുഭവം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ അലറുന്ന സിംഹത്തിനൊരു പ്രത്യേകതയുണ്ട്. ബൈബിളിൽ സാംസന്റെ പുസ്തകത്തിൽ നമ്മൾ ഒരു സംഭവം കാണുന്നുണ്ട്, അല്ലേ? സാംസൺ മാതാപിതാക്കന്മാരോടൊപ്പം തിമ്നായിലേക്ക് പോകുമ്പോൾ ഒരു സംഭവം ഉണ്ടായി. ഒരു സിംഹക്കുട്ടി സാംസന് നേരെ പാഞ്ഞു വരികയാണ്. യഥാർത്ഥത്തിൽ സാംസന്റെ കയ്യിൽ ആയുധമൊന്നുമില്ല, ഒരു ആയുധവും സാംസന്റെ കയ്യിലില്ല. എന്നാൽ പ്രിയപ്പെട്ടവരെ,
ഈ സാംസൺ സിംഹക്കുട്ടിയെ കീഴടക്കുന്നത് ആയുധമൊന്നുമില്ലെങ്കിലും ദൈവശക്തിയാൽ കീഴടക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു സത്യമുണ്ട്. യഥാർത്ഥത്തിൽ സിംഹം അവൻ വലിയൊരു തന്ത്രശാലിയാണ്. സിംഹത്തിൻ്റെ ഗർജനം എന്ന് പറയുന്നത് ലോകത്തെ പ്രകമ്പനം കൊള്ളിപ്പിക്കുന്നതാണ്. അല്ലെങ്കിൽ ആ സിംഹം ഒരു സ്ഥലത്ത് ഗർജിക്കുമ്പോൾ ആ സ്ഥലത്ത് വലിയൊരു പ്രകമ്പനമാണ് ഉണ്ടാകുന്നത്. ആ പ്രകമ്പനം ഉണ്ടാകുമ്പോൾ നമ്മുടെ ഹൃദയം ഭയപ്പെടും. നമ്മൾ ഭയപ്പെടുമ്പോൾ സത്യത്തിൽ എന്താ സംഭവിക്കുന്നത്? ഈ സിംഹത്തിൻ്റെ ഗർജനം കേൾക്കുമ്പോൾ, ആ പ്രകമ്പനം, ആ ശബ്ദത്തിൻ്റെ ഗാംഭീര്യം കേൾക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? സിംഹത്തിന് ഓപ്പോസിറ്റായിട്ട് തിരിഞ്ഞു നിന്നിട്ട് ഒറ്റ ഓട്ടമാണ്. ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന മനുഷ്യൻ്റെ പുറകെ ഓടി വന്ന് അതിൻ്റെ കഴുത്തിൽ പിടിച്ചുകൊണ്ട് സിംഹം അതിനെ കീഴടക്കുന്നതാണ് സാധാരണ സംഭവിക്കാറുള്ള ഒരു കാഴ്ച. എന്നാൽ സാംസന്റെ ജീവിതത്തിൽ സംഭവിച്ചതെന്താ? സാംസൺ ഈ ഗർജനം കേട്ടപ്പോ സിംഹത്തിന് തിരിഞ്ഞു നിൽക്കാതെ സിംഹത്തിന്റെ നേരെ നിന്നുകൊണ്ട് ഈ തിന്മയെ കീഴടക്കുവാനായിട്ട് ശ്രമിക്കുന്ന ഒരു കാഴ്ച. നിങ്ങൾക്കത് ഭാവനയിൽ ഇങ്ങനെ കാണാൻ പറ്റുമോ? സിംഹം ഇവിടെ നിന്ന് ഗർജിക്കുമ്പോൾ ഇതാ സാംസൺ അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കി ഗർജിക്കുന്നത് പോലെ. സത്യത്തിൽ സിംഹം ഒന്ന് കുരുങ്ങിപ്പോകുന്ന ഒരു അവസ്ഥയാണ്. സിംഹത്തിന്റെ ഉള്ളിലേക്ക് ഭയം വരികയാണ്. പിന്നീട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും, സാംസന്റെ കൈകളിൽ നിന്ന് തൻ്റെ കഴുത്ത് മാറ്റുവാനായിട്ട് അല്ലെങ്കിൽ സാംസണിൽ നിന്ന് രക്ഷപ്പെടുവാനായിട്ട് ശ്രമിക്കുന്ന ഒരു സിംഹത്തെ നമ്മൾ കാണുന്നുണ്ട്. നമുക്കറിയാം എത്ര പെട്ടെന്നാണ് ആ സിംഹത്തിൻ്റെ ശരീരം ഒരു തേനീച്ചക്കൂടായി മാറുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. യഥാർത്ഥത്തിൽ ഈ സാംസന് നേരെ അലറുന്ന സിംഹം പാഞ്ഞു വന്നപ്പോ അതിനെ എതിരിടുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ ശക്തിയാൽ നിറഞ്ഞതുകൊണ്ട് സാംസന് ആ പ്രതിസന്ധിയെ നേരിടുവാനായിട്ട് സാധിച്ചു. ഇതാ പത്രോസ്ലീഗ പറയുകയാണ്, പിശാച് നിന്റെ ജീവിതത്തിലേക്ക് വരുന്നത് ഇതേപോലെ അലറുന്ന സിംഹത്തെ പോലെയാ. ഈ സിംഹം വരുമ്പോൾ സത്യത്തിൽ എന്താ? നമ്മുടെ ഉള്ളു ഭയപ്പെടും. ഇതേപോലെയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലെ പ്രലോഭനങ്ങള്, നമ്മുടെ ജീവിതത്തിലെ പരീക്ഷകള്. ഇങ്ങനെ ഒരു പ്രലോഭനം ഉണ്ടാകുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഇരുട്ട് നിറയുന്നത് പോലെ നമുക്ക് അനുഭവപ്പെടും. ഈ ഇരുട്ട് വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ചിലപ്പോഴൊക്കെ നമ്മുടെ മനസ്സ് പതറിപ്പോകും, അല്ലേ? ഒരു ചെറിയ നോട്ടം മതി നമ്മുടെ ജീവിതത്തെ കുരുക്കിലാക്കുവാൻ. നമുക്കറിയാം ഏദൻ തോട്ടത്തിൽ ദൈവത്തിലേക്ക് നോക്കിക്കൊണ്ടിരുന്ന ആദ്യ മനുഷ്യൻ ദൈവത്തിൽ നിന്ന് കണ്ണ് വിലക്കപ്പെട്ട കനിയിലേക്ക് നോക്കുവാൻ ഇടവന്നപ്പോൾ ആദ്യ മനുഷ്യന്റെ ജീവിതത്തിലേക്ക് പാപം കടന്നു വന്നു. ദൈവത്തിലേക്ക് നോക്കിക്കൊണ്ടിരുന്ന ദാവീദിന്റെ കണ്ണ് കുളിക്കുന്ന ബത്ശബയിലേക്ക് നോക്കുവാൻ ഇടവന്നപ്പോ ദാവീദിന്റെ ജീവിതത്തിലേക്ക് പാപം കടന്നു വന്നു. ദൈവത്തിലേക്ക് നോക്കിക്കൊണ്ടിരുന്ന യൂദാസ് ദൈവത്തിൽ നിന്ന് പണക്കിഴിയിലേക്ക് നോക്കിയപ്പോ യൂദാസിന്റെ ജീവിതത്തിലേക്ക് പാപം കടന്നു വന്നു. പ്രിയപ്പെട്ടവരെ, ജീവിതയാത്രയില് ഇടറി വീണ അനേകരെ നമുക്ക് വേദപുസ്തകത്തിൽ കാണുവാനായിട്ട് സാധിക്കും. നമുക്കറിയാം കായീൻ ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിൽ ദൈവം ആദ്യ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോ അതിൽ മൂത്തപുത്രനായിട്ട് ജനിച്ച കായീന്റെ ജീവിതം എന്ന് പറയുന്നത് വലിയൊരു കൊലപാതകിയായി മാറുവാൻ കാരണമായി മാറി. എന്താ സത്യത്തിൽ സംഭവിച്ചത്? ഒരു കെണി, ഒരു അലറുന്ന സിംഹം കായീന്റെ ജീവിതത്തിലേക്ക് വന്ന് പെടുകയാണ്. നമുക്കറിയാം പുറപ്പാട് യാത്രയിൽ ഇസ്രായേൽക്കാരുടെ യാത്ര 7 ദിവസം താമസിക്കുവാൻ കാരണം മിരിയാമിന്റെ ശരീരത്തിൽ കുഷ്ഠം വന്നതാ. ഈ കുഷ്ഠത്തിന് കാരണം എന്താ? മിരിയാം കുറ്റം പറഞ്ഞു. കുറ്റം മിരിയാമിനെ ഒരു കുഷ്ഠരോഗിയാക്കി മാറ്റി. ഇതാ കുഷ്ഠരോഗം പകർച്ചവ്യാധിയാണ്. കൂടെ മിരിയാ സഞ്ചരിച്ചാൽ ഇസ്രായേൽക്കാരെല്ലാം കുഷ്ഠരോഗികളായി മാറും. അതുകൊണ്ട് മിരിയാമിന് സൗഖ്യം കിട്ടുന്നത് വരെ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇസ്രായേൽക്കാര് യാത്ര നിർത്തിവെച്ചു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. ബൈബിളിലെ തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികൾ അവരുടെ ജീവിതത്തിൽ ചില വീഴ്ചകള്, ചില കെണികള്, ചില പ്രതിസന്ധികള്, ചില പ്രയാസങ്ങള്, എൻ്റെ പ്രിയപ്പെട്ടവരെ, അലറുന്ന സിംഹത്തെ പോലെ വന്ന് വീഴുന്ന ഒരു അവസ്ഥ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ആഖാൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ മോഹം തോന്നി ദൈവം എടുക്കരുതെന്ന് പറഞ്ഞ നിഷിദ്ധ വസ്തുക്കൾ എടുത്തപ്പോ പ്രിയപ്പെട്ടവരെ ഇസ്രായേൽക്കാരുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് പരാജയത്തെ നേരിടേണ്ടി വന്നു. നമുക്കറിയാം ധനത്തോടുള്ള ആസക്തി നിമിത്തം യൂദാസ് യേശുവിനെ ഒറ്റിക്കൊടുത്തു. സാംസന്റെ ജീവിതത്തിലെ പതനത്തിന് കാരണമെന്താ? ദലീല എന്ന് പറയുന്ന ഫിലിസ്ത്യ പെൺകുട്ടിയെ സാംസൺ പ്രണയിച്ചു.
എലീശ പ്രവാചകന്റെ ശിഷ്യനായ ഗഹസിയുടെ ജീവിതത്തിലെ വീഴ്ചയ്ക്ക് കാരണമെന്താ? ഗഹസി എൻ്റെ പ്രിയപ്പെട്ടവരെ നുണ പറഞ്ഞുകൊണ്ട് ചില വസ്തുക്കൾ സ്വന്തമാക്കുവാനായിട്ട് ശ്രമിച്ചു. എൻ്റെ പ്രിയപ്പെട്ടവരെ, അലസത എന്ന ഒരു ദുരന്തമെന്ന് വേണമെങ്കിൽ പറയാം. അലസതയുടെ കെണിയിൽ വീണപ്പോ രാജാക്കന്മാർ യുദ്ധത്തിന് പോകേണ്ട സമയത്ത് യുദ്ധത്തിന് നേതൃത്വം കൊടുക്കേണ്ട ദാവീദ് കിടന്നുറങ്ങി. ഈ ഉറക്കം, അലസത ദാവീദിനെ വ്യഭിചാരത്തിലേക്കും പിന്നീട് കൊലപാതകത്തിലേക്കും നയിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ബൈബിളില് കടിഞ്ഞൂൽ സ്ഥാനം നഷ്ടപ്പെടുത്തിയ ഏസാവിന്റെ ജീവിതത്തിൽ എന്താ സംഭവിച്ചത്? ഒരു പാത്രം പായസത്തിന് വേണ്ടി തൻ്റെ കടിഞ്ഞൂൽ സ്ഥാനത്തെ ഏസാവ് നിസ്സാരമായിട്ട് കരുതി. ദൈവം തെരഞ്ഞെടുത്ത യോന നിനവേലേക്ക് പോകാൻ പറഞ്ഞപ്പോൾ താർശീസിലേക്ക് പോകുന്ന കാഴ്ച. എൻ്റെ പ്രിയപ്പെട്ടവരെ, വേദപുസ്തകത്തിൻ്റെ താളുകളിൽ ഇടർച്ച സംഭവിച്ച അനേകരെ കാണുവാനായിട്ട് നമുക്ക് സാധിക്കും. വേദപുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട് 2 തിമോത്തി 4-ാം അധ്യായം 10-ാമത്തെ വാക്യം. 2 തിമോത്തി 4-ാം അധ്യായം വാക്യം 10. എന്തെന്നാൽ ഈ ലോകത്തോടുള്ള ആസക്തി മൂലം ദേമാസ് എന്നെ വിട്ട് തെസ്സലോനിക്കയിലേക്ക് പോയിരിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, പൗലോസ് അപ്പോസ്തലന്റെ ശിഷ്യരിൽ പ്രധാനിയാണ് ദേമസ്. ഈ ദേമസിന് എന്താ സംഭവിച്ചത്? ദേമസിനെ ആദിമ സഭയിലെ ശക്തനായ ഒരു സുവിശേഷ പ്രവർത്തകനാ. വചനം പറയുന്നു, ഈ ലോകത്തോടുള്ള ആസക്തി നിമിത്തം ദേമസ് ഇതാ വിട്ട് തെസ്സലോനിക്കയിലേക്ക് പോവുക. ഈ ലോകത്തോടുള്ള ആസക്തി എന്തു മനസ്സിലായി? എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവര് ഒരു യുദ്ധക്കളത്തിലാണ്. അനേകര് ഈ യുദ്ധക്കളത്തില് പരിക്കേറ്റ് വീണിട്ടുണ്ട്, അനേകര് പരാജയപ്പെട്ടിട്ടുണ്ട്, അനേകര് ഇടറി വീണിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒരു യുദ്ധത്തിനൊരുങ്ങുന്ന ഒരു സോൾജിയർ എങ്ങനെ ഒരുങ്ങണമെന്ന് അപ്പോസ്തലനായ പൗലോസ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. നാം ഇപ്പോൾ വായിച്ചത് എന്താ? എഫെസസുകാർക്ക് എഴുതിയ ലേഖനത്തില് 6-ാം അധ്യായത്തില് 12-13 വാക്യങ്ങള്. ഇതാണ് ഇന്നത്തെ നമ്മുടെ ധ്യാന വിഷയം. 12-13 വാക്യങ്ങൾ വായിക്കാം. എന്തെന്നാൽ നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായി. അതേ പ്രിയപ്പെട്ടവരെ, എന്തെന്നാൽ നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല പടവെട്ടുന്നത്. ഇന്ന് നമുക്കറിയാം, ലോകം തന്നെ ഒരു യുദ്ധക്കളത്തിലാണ്. ഈശോ പറഞ്ഞതുപോലെ ജനത്തിനെതിരായും രാജ്യത്തിനെതിരായും ഭിന്നിച്ചു കൊണ്ടിരിക്കുക. ഈ യുദ്ധക്കളത്തിന്റെ ഒരു പ്രത്യേകത എന്താ? നമുക്കറിയാം, ഒരു വീട്ടിൽ 5 പേരുണ്ടെങ്കിൽ ഈ 5 പേര് തമ്മിൽ എപ്പോഴും കലഹവും പ്രശ്നങ്ങളും അസ്വസ്ഥതയുമാണ്. ചിലപ്പോൾ മരുമകൾ വിചാരിക്കും എൻ്റെ ശത്രു അമ്മായിയമ്മയാണെന്ന്, മക്കൾ വിചാരിക്കും മാതാപിതാക്കന്മാർ എൻ്റെ ശത്രുവാണെന്ന്, അയൽക്കാർ വിചാരിക്കും ഈ അയൽക്കാരൻ കാരണമാണ് ഞാൻ ഗതി പിടിക്കാത്തതെന്ന്. എന്തിനു പറയണ? 2 പേര് കൂടിയാൽ അവിടെ അസ്വസ്ഥതകൾ ഉണ്ടാകുന്നു. യഥാർത്ഥത്തിൽ ഈ അസ്വസ്ഥതകളുടെ എല്ലാം കാരണമെന്താണ്? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എൻ്റെ പ്രിയപ്പെട്ടവരെ, എല്ലാ പരീക്ഷകളുടെയും എല്ലാ പരീക്ഷണങ്ങളുടെയും എല്ലാ പ്രലോഭനങ്ങളുടെയും പിന്നിൽ ഒരു കാരണമുണ്ട്. എന്നാൽ വചനം പറയുന്നത് എന്താ? നീ പടവെട്ടുന്നത്, നീ യുദ്ധം ചെയ്യുന്നത് മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല. അതിൻ്റെ അർത്ഥം എന്താ? എൻ്റെ പ്രിയപ്പെട്ട പൈതലേ, നിന്റെ ശത്രുവെന്ന് പറയുന്നത് നിന്റെ അയൽക്കാരനല്ല, നിന്റെ ശത്രുവെന്ന് പറയുന്നത് നിന്റെ മരുമകളല്ല, നിന്റെ ശത്രുവെന്ന് പറയുന്നത് നിന്റെ ഓഫീസറല്ല, നിന്റെ ശത്രുവെന്ന് പറയുന്നത് നിന്റെ വികാരിയച്ഛനല്ല, നിന്റെ ശത്രുവെന്ന് പറയുന്നത് നിനക്ക് ചുറ്റുമുള്ളവരുമല്ല. നിങ്ങൾ തിരിച്ചറിയണം, നമ്മുടെ ശത്രുവെന്ന് പറയുന്നത് പിശാചാണ്. അതുകൊണ്ട് വചനം പറയുന്നത് എന്താ? നിങ്ങൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല പടവെട്ടുന്നത്. സ്വർഗീയ ഇടങ്ങളിൽ പ്രവർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കെതിരായിട്ടാണ് നാം പടവെട്ടുന്നത്. നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല പടവെട്ടുന്നത്. പിന്നെ ആർക്കൊക്കെ എതിരായിട്ടാണ്? പ്രഭുത്വങ്ങൾക്ക്, ആധിപത്യങ്ങൾക്ക്, അന്ധകാര ലോകത്തിൻ്റെ അധിപന്മാർക്ക്, സ്വർഗീയ ഇടങ്ങളിൽ പോലും വർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കും എതിരായിട്ടാണ് പടവെട്ടുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദേമസിനെ കുറിച്ച് നമ്മൾ കേട്ടു. കർത്താവിൻ്റെ സുവിശേഷ വയലിൽ ശോഭയേറിയ പ്രവർത്തനം കാഴ്ചവെച്ച ദേമസ്
ഈ ലോകത്തിന്റെ ആസക്തി നിമിത്തം തെസലോനിക്കയിലേക്ക് സുവിശേഷ പ്രവർത്തനങ്ങൾ ഉപേക്ഷിച്ച് വിട്ടുപോയെങ്കിൽ ഓർക്കണം, ആ പ്രഭുത്വങ്ങളുടെ മുന്നില്, ആധിപത്യങ്ങളുടെ മുമ്പില്, അന്ധകാര ലോകത്തിന്റെ അധിപന്മാരുടെ മുന്നില് ദേമസ് തോറ്റുപോകുന്നത് നമ്മൾ കാണുന്നു. അതേ പ്രിയപ്പെട്ടവരെ, അനേകര് സുവിശേഷ വയലില് ഇടറി വീണു. അതുകൊണ്ട് നമ്മൾ എപ്പോഴും തിരിച്ചറിയണം, നമുക്ക് ഒരു ശത്രു മാത്രമേ ഉള്ളൂ. ആ ശത്രു എന്ന് പറയുന്നത് സാത്താനാണ്. ആ സാത്താൻ വിവിധങ്ങളായ തലത്തില് നമ്മുടെ മുന്നില് പ്രതിസന്ധിയായിട്ട് കടന്നു വരുന്നു. പ്രഭുത്വങ്ങള്, ആധിപത്യങ്ങള്, ചില സ്ഥലങ്ങളിൽ ചില ആധിപത്യങ്ങളുണ്ട്, പാപത്തിന്റെ ചില പൈശാചിക പീഡകളുണ്ട്. അതുകൊണ്ടെന്ന് സംഭവിക്കുന്നു, ചില സ്ഥലങ്ങളിൽ തുടർച്ചയായിട്ട് എന്താ പറയണത്, ആത്മഹത്യ വരുന്നു. അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിൽ നിരന്തരമായ എന്താ പറയണത് പ്രതിസന്ധികൾ ഉണ്ടാകുന്നു. ചില സ്ഥലങ്ങളിൽ ഇങ്ങനെ തുടർച്ചയായിട്ട് വരുമ്പോൾ നമ്മൾ വല്ലാതെ വിഷമിക്കും. ഈ കാലഘട്ടത്തിനൊരു പ്രത്യേകതയുണ്ട്. വലിയൊരു വൈറസ്, ഒരു കെണി പോലെ നമ്മുടെ മുന്നിൽ വന്നുപെട്ട ഒരു അനുഭവം. എൻ്റെ പ്രിയപ്പെട്ടവരെ, സത്യത്തിൽ നമ്മുടെ ചരിത്രത്തിൽ അല്ലെങ്കിൽ നമ്മുടെ കാലത്തിൽ ഈ ഒരു പ്രതിസന്ധി വന്നപ്പോൾ എന്തിനു പറയണ, രാജ്യങ്ങൾ വരെ പകച്ചുപോയില്ലേ, എയർപോർട്ടുകളെല്ലാം അടഞ്ഞു പോയില്ലേ. ഒരു പ്രതിസന്ധി വരുമ്പോഴുള്ള ഒരവസ്ഥ ഇപ്രകാരമാണ്. ഇതേപോലെ പിശാച് ഒരു കെണിയുമായിട്ട് നമ്മുടെ മുന്നിൽ വരുന്നുവെന്ന് വേദപുസ്തകം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് നിങ്ങൾ പടവെട്ടുന്നത് പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും അന്ധകാര ലോകത്തിൻ്റെ അധിപന്മാർക്കും സ്വർഗീയ ഇടങ്ങളിൽ പോലും വർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കും എതിരായിട്ടാണ് നിങ്ങൾ പടവെട്ടുന്നത്. അതേ പ്രിയപ്പെട്ട പടയാളി, നീ ഒരു യുദ്ധക്കളത്തിലാണ്. ഈ യുദ്ധക്കളത്തില് തോറ്റുപോകാതിരിക്കണമെങ്കിൽ, ഈ യുദ്ധക്കളത്തില് പരാജയപ്പെടാതിരിക്കണമെങ്കിൽ ഇതാ വേദപുസ്തകം പറയുകയാണ്, നിങ്ങൾ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ. നിങ്ങളൊന്ന് ഓർത്തു നോക്കിക്കേ, തോക്ക് ചൂണ്ടി നിൽക്കുന്ന ശത്രുവിൻ്റെ മുമ്പിൽ ബുള്ളറ്റ് പ്രൂഫ് ധരിക്കാതെ പോയാലുള്ള അവസ്ഥ എങ്ങനെയുണ്ടാകും? ഒരായുധവും ധരിക്കാതെ നമ്മൾ ഈ ലോകത്തിൽ നമുക്ക് തോന്നണ രീതി പോകുമ്പോൾ ഈ കെണിയിൽ നമ്മൾ പെട്ടുപോകും. ഇവിടെയാണ് ആത്മീയ ആയുധങ്ങൾ ധരിക്കേണ്ട ആവശ്യകത. നമ്മൾ സ്പിരിച്വൽ വാർ എന്ന ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കേണ്ട ആവശ്യകതയെക്കുറിച്ച് നാം കേൾക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നാം ഓർക്കണം, നാം യുദ്ധക്കളത്തിലാണ്. തോറ്റുപോകാതിരിക്കണമെങ്കിൽ എന്തുകൊണ്ടാണ് സാംസൺ പരാജയപ്പെട്ടത്? എന്തുകൊണ്ടാണ് ദാവീദ് തോറ്റുപോയത്? എന്തുകൊണ്ടാണ് മിരിയാം കാരണം ഇസ്രായേൽക്കാരുടെ യാത്ര മുന്നോട്ട് പോകാൻ പറ്റാതിരുന്നത്? പ്രിയപ്പെട്ടവരെ, ഏത് വീഴ്ചയുടെ പിന്നിലും ഒരു കാരണമുണ്ട്. ഏത് വീഴ്ചയുടെ പിന്നിലും ഒരു കാരണമുണ്ട്. എന്താണ് ആ കാരണം? എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ വീഴ്ചയ്ക്കുള്ള ഏക കാരണമെന്ന് പറയുന്നത് നമ്മൾ ദൈവത്തിൻ്റെ ആയുധങ്ങൾ, വേദപുസ്തകം നമ്മോട് ആവശ്യപ്പെടുന്ന ആയുധങ്ങൾ നമ്മൾ ധരിക്കുന്നില്ല. ആയുധമില്ലാതെ യുദ്ധക്കളത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ട ദൈവ പൈതലേ, ഇത് നിന്നെ വലിയൊരു തോൽവിയിലേക്ക് കൊണ്ടുപോകുമെന്ന് വേദപുസ്തകം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്കറിയാം, ദാനിയേലിൻ്റെ പുസ്തകത്തിൽ ദാനിയേൽ പ്രാർത്ഥിച്ചു, ദിവസങ്ങൾ പ്രാർത്ഥിച്ചു. എന്നിട്ട് മറുപടി വന്നത് 21-ാമത്തെ ദിവസമാ. എന്തുകൊണ്ടാണ് ദാനിയേലിൻ്റെ പ്രാർത്ഥനയുടെ മറുപടി വൈകിയതെന്ന് നിങ്ങൾക്കറിയാവോ? ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 10-ാം അധ്യായം 12-13 വാക്യങ്ങൾ. ദാനിയേൽ 10, 12, 13 വാക്യങ്ങൾ. അവൻ പറഞ്ഞു, ദാനിയേലെ ഭയപ്പെടേണ്ട. ശരിയായി അറിയുന്നതിന് നീ നിന്റെ ദൈവത്തിന്റെ മുമ്പിൽ നിന്നെ തന്നെ എളിമപ്പെടുത്താൻ തുടങ്ങിയ ദിവസം മുതൽ നിന്റെ പ്രാർത്ഥന കേൾക്കപ്പെട്ടിരിക്കുന്നു. Praise the Lord. ദാനിയേലേ, നീ ഭയപ്പെടേണ്ട. നീ നിന്നെ എളിമപ്പെടുത്താൻ തുടങ്ങിയപ്പോ, നീ ഉപവസിക്കാൻ തുടങ്ങിയപ്പോ, നീ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ നിന്റെ പ്രാർത്ഥന ദൈവസന്നിധിയിലെത്തി. ഒന്ന് ഓർത്തു നോക്കിക്കേ പ്രിയപ്പെട്ട പൈതലേ, ദാനിയേല് ഒരു വിഷയത്തിന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയ ആ സെക്കൻഡിൽ തന്നെ ഒന്ന് ഓർത്തു നോക്കിക്കേ, ദാനിയേലിൻ്റെ പ്രാർത്ഥന ദൈവസന്നിധിയിലെത്തി.
ദൈവസന്നിധിയിലെത്തി. എന്നിട്ട് എന്ത് സംഭവിച്ചു? വായിക്കാം. നിന്റെ പ്രാർത്ഥന നിമിത്തമാണ് ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത്. പേർഷ്യ രാജ്യത്തിൻ്റെ കാവൽ ദൂതൻ 21 ദിവസം എന്നോട് എതിർത്ത് നിന്നു. എങ്കിലും പ്രധാന ദൂതന്മാരിൽ ഒരാളായ മിഖായേൽ എൻ്റെ സഹായത്തിനെത്തി. ഒന്ന് ഓർത്തു നോക്കിക്കേ പ്രിയപ്പെട്ടവരെ, ദാനിയേൽ പ്രാർത്ഥിച്ച് തുടങ്ങിയ ആ സെക്കൻഡിൽ തന്നെ ദാനിയേലിൻ്റെ പ്രാർത്ഥന ദൈവസന്നിധിയിലെത്തി. ദൈവസന്നിധിയിൽ എത്തിയപ്പോൾ തന്നെ മറുപടിയുമായിട്ട് ദൈവം തൻ്റെ ദൂതനെ വിട്ടു. പക്ഷെ ദൂതൻ എത്തിയത് എത്രാമത്തെ ദിവസമാ? ദാനിയേലിൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി വന്നത് 21-ാമത്തെ ദിവസമാ. 21-ാമത്തെ ദിവസമാ. എന്തുകൊണ്ടാണ് ദാനിയേലിൻ്റെ പ്രാർത്ഥനയുടെ മറുപടി തടഞ്ഞത്? എങ്ങനെയാണ് ദാനിയേലിൻ്റെ പ്രാർത്ഥനയ്ക്കുള്ള മറുപടി വൈകിയത്? നമുക്ക് തുടർന്ന് വരുന്ന വചനത്തിൽ വായിക്കാൻ പറ്റും. പേർഷ്യ രാജ്യത്തിന്റെ കാവൽ ദൂതൻ 21 ദിവസം എന്നോട് എതിർത്ത് നിന്നു. ഒന്ന് ഓർത്തു നോക്കിക്കേ, പേർഷ്യ രാജ്യത്തിന്റെ കാവൽ ദൂതൻ, അന്ധകാര ശക്തികളുടെ അധിപൻ, ആ ദേശത്തുള്ള അന്തരീക്ഷ ശക്തികളുടെ അധിപൻ ഇതാ എന്നെ തടഞ്ഞു നിർത്തിയതുകൊണ്ട് 21 ദിവസമായിട്ട് 21-ാം ദിവസം ഈ അധിപനോട് യുദ്ധം ചെയ്യുവാനായിട്ട് മിഖായേൽ എന്ന് പറയുന്ന ദൈവദൂതനെ പ്രത്യേകം അയച്ചുകൊണ്ട് ഇതാ ഞാൻ മറുപടിയുമായിട്ട് വന്നിരിക്കുക. അതിനർത്ഥം എന്താ? പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും ഒരു യുദ്ധക്കളത്തിലാണ്. ഈ ലോകത്തിനൊരു ചിന്തയുണ്ട്, സോഷ്യൽ മീഡിയയ്ക്കൊരു ചിന്തയുണ്ട്. സുവിശേഷ വയലിൽ അധ്വാനിക്കുന്നവര് അവരുടെ ജീവിതത്തിൽ ഒരു ചെറിയ ഇടർച്ച വന്നാൽ സോഷ്യൽ മീഡിയയിൽ അതൊരു ആഘോഷമായി മാറും. എന്തുകൊണ്ടാണ് സോഷ്യൽ മീഡിയ ആഘോഷിക്കുന്നത്? നിങ്ങൾക്കറിയാവോ? വേദപുസ്തകം പറയുന്നുണ്ട്, നിൽക്കുന്നു എന്ന് വിചാരിക്കുന്നവൻ വീഴാതിരിക്കാൻ സൂക്ഷിക്കട്ടെ. നീതിമാന്മാർ പോലും ദിവസത്തിൽ 7 പ്രാവശ്യം പിഴയ്ക്കുന്നു. നീതി പ്രവർത്തിക്കുന്നവൻ, ബൈബിളിൽ ജോബ് നീതിമാനായിരുന്നു, നോഹ നീതിമാനായിരുന്നു. ഇങ്ങനെ ബൈബിളിൽ ഒത്തിരി നീതിമാന്മാരുണ്ട്. യൗസേപ്പ് നീതിമാനായിരുന്നു. എന്നാൽ പ്രിയപ്പെട്ടവരെ, നീതിമാന്മാർ പോലും ദിവസത്തിൽ 7 പ്രാവശ്യം പിഴയ്ക്കുന്നുണ്ടെങ്കിൽ നമ്മൾ യുദ്ധക്കളത്തിലാണ്. നമുക്കെതിരെ പ്രഭുത്വങ്ങള്, ആധിപത്യങ്ങള്, അന്ധകാര ലോകത്തിന്റെ അധിപന്മാര്, സ്വർഗീയ ഇടങ്ങളിൽ വർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കള്, ഒരു വലിയ പിശാചിന്റെ സൈന്യം നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കുവാൻ, തകിടം മറിക്കുവാനായിട്ട് കാത്തിരിക്കുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, എത്ര ശക്തനായ സുവിശേഷകനാണെന്ന് പറഞ്ഞാലും, എത്ര നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെന്ന് പറഞ്ഞാലും, കർത്താവ് ഈ യുദ്ധക്കളത്തില് നീ ധരിക്കേണ്ട ആയുധങ്ങള് ധരിക്കാൻ പറഞ്ഞിട്ട് അത് ധരിക്കാതിരുന്നാൽ സാംസൺ വീണതുപോലെ, പ്രിയപ്പെട്ടവരെ, ബൈബിളിൽ അനേക വ്യക്തികൾ വീണതുപോലെ നമ്മുടെ ജീവിതവും വീഴ്ചയിലേക്ക് പോകും. എത്ര സുന്ദരമാ കർത്താവിൻ്റെ വചനം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ വലിയൊരു കെണി ഒരുക്കി പിശാചിങ്ങനെ കാത്തിരിക്കുക. അതുകൊണ്ട് യുദ്ധക്കളത്തിലായിരിക്കുന്ന എന്നെ കേൾക്കുന്ന ദൈവ പൈതലെ, നീ കർത്താവിൻ്റെ ആയുധങ്ങൾ ധരിച്ചിട്ടുണ്ടോ? ദൈവം നിനക്ക് നൽകുന്ന ആയുധങ്ങൾ നീ ധരിച്ചിട്ടുണ്ടോ? തുടർന്ന് വരുന്ന ദിവസങ്ങളിൽ ഈ ശുശ്രൂഷയിൽ നമുക്കറിയാം നമ്മൾ എന്തൊക്കെ ആയുധങ്ങളാണ് ധരിക്കേണ്ടതെന്നാണ് ഈ ധ്യാനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുന്നത്. അതേ പ്രിയപ്പെട്ടവരെ, നമ്മൾ ദൈവശക്തിയാൽ നിറഞ്ഞ് സാത്താന്റെ കുടിലതന്ത്രങ്ങളെ എതിർത്തു നിൽക്കുവാൻ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും നമ്മൾ ധരിക്കണം. ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കണം. കാരണം നമ്മൾ പടവെട്ടുന്നത് പ്രഭുത്വങ്ങള്, ആധിപത്യങ്ങള്, അന്ധകാര ലോകത്തിന്റെ അധിപന്മാര്, സ്വർഗീയ ഇടങ്ങളിൽ വർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾ. അതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ വീഴ്ചയെ വലുതായിട്ട് ചിത്രീകരിക്കുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ, വേദപുസ്തകം പറയുന്നുണ്ട്, നിൽക്കുന്നു എന്ന് വിചാരിക്കുന്നവൻ വീഴാതിരിക്കുവാൻ സൂക്ഷിച്ചോട്ടെ. എൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ തുടക്ക നാളുകളിൽ ഞാൻ ചിലപ്പോഴൊക്കെ ഇടറി വീണിട്ടുണ്ട്. ഞാൻ എന്ത് പാപം ചെയ്യരുത് എന്ന് പ്രസംഗിച്ചിട്ടുണ്ട്. അതേ പാപത്തിൽ വീഴുന്ന അനുഭവം എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഉണ്ടായി. ഈ വീഴ്ചകൾ ഉണ്ടായപ്പോ കുമ്പസാരക്കൂട്ടില് ദൈവകരുണയുടെ കൂടാരത്തെ സമീപിക്കുമ്പോൾ വലിയ വേദനയോടെ, മനസ്സ് വേദനിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ പാപങ്ങൾ ഏറ്റുപറഞ്ഞതിന് ശേഷം ഉള്ളിൽ ചിന്തിക്കാൻ തുടങ്ങി, എന്തുകൊണ്ടാ ഞാൻ വീണുപോയത്?
എന്തുകൊണ്ടാ ഞാൻ വീണുപോയത്? പ്രിയപ്പെട്ടവരെ, ഉത്തരം ലഭിച്ചു. ഞാൻ യുദ്ധക്കളത്തിലാണ്. കർത്താവ് എന്നോട് ആവശ്യപ്പെട്ടിട്ടുള്ള യുദ്ധത്തിൻ്റെ ഉപകരണങ്ങൾ, എനിക്ക് സംരക്ഷണം നൽകുന്ന കവചങ്ങൾ ഞാൻ ധരിച്ചില്ല എങ്കിൽ ഈ തിന്മയുടെ നാരകീയ ശക്തികൾ എന്നെ കീഴടക്കുന്നത് ഞാൻ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ, നിങ്ങളുടെ മക്കൾ ദൈവത്തിൻ്റെ ആയുധങ്ങൾ ധരിച്ചിട്ടുണ്ടോ? കർത്താവ് നൽകുന്ന ആയുധങ്ങൾ സ്പിരിച്വൽ വാറിന് വേണ്ടി, ആത്മീയ യുദ്ധത്തിന് വേണ്ടി ദൈവം നൽകുന്ന സംരക്ഷണത്തിൻ്റെ ആയുധങ്ങൾ നിങ്ങൾ ധരിച്ചിട്ടുണ്ടോ? ഹല്ലേലൂയ. അതേ പ്രിയപ്പെട്ടവരെ, രക്ഷയുടെ പടത്തൊപ്പി അണിയുവാനും ദൈവവചനമാകുന്ന ആത്മാവിൻ്റെ വാൾ ധരിക്കുവാനുമൊക്കെ വേദപുസ്തകം നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട്. തീരുന്നുണ്ടോ? പിന്നീട് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത് എന്താ? നിങ്ങൾ അപേക്ഷകളോടും യാചനകളോടും കൂടെ എല്ലാ സമയവും ആത്മാവിൽ പ്രാർത്ഥനാ നിരതരായിരിക്കുവിൻ. അവിശ്രാന്തം ഉണർന്നിരുന്ന് എല്ലാ വിശുദ്ധർക്കും വേണ്ടി പ്രാർത്ഥിക്കുവിൻ. എന്തിനു വേണ്ടി പ്രാർത്ഥിക്കണം? ഞാൻ വായ തുറക്കുമ്പോൾ എനിക്ക് വചനം ലഭിക്കുവാൻ, സുവിശേഷത്തിൻ്റെ രഹസ്യം ധൈര്യപൂർവ്വം പ്രഘോഷിക്കുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതെ, പൗലോസ് അപ്പോസ്തലൻ പോലും പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടുകയാ. വായ തുറക്കുമ്പോൾ വചനം ലഭിക്കുവാൻ, ദൈവത്തിൻ്റെ രഹസ്യങ്ങൾ ധൈര്യപൂർവ്വം പ്രഘോഷിക്കുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതുകൊണ്ട് സഭയോട് ആവശ്യപ്പെടുക, പ്രിയപ്പെട്ട സഭയെ, നിങ്ങൾ ഒരു സുവിശേഷകന് വേണ്ടി പ്രാർത്ഥിക്കണം. യുദ്ധത്തിലേർപ്പെട്ടിരിക്കുന്ന പടയാളികളാണ് നമ്മുടെ സമർപ്പിതര്. നമുക്കറിയാം, ദൈവം നമുക്കായിട്ട് നിശ്ചയിച്ചിട്ടുള്ള യുദ്ധക്കളത്തിലായിരിക്കുന്ന നമ്മുടെ മാർപ്പാപ്പ, നമ്മുടെ കാർഡിനൽ തിരുസംഘം, നമ്മുടെ മെത്രാനച്ചന്മാര്, നമ്മുടെ വൈദികര്, നമ്മുടെ സന്യസ്തര്, സുവിശേഷ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന മിഷണറിമാര്, നിങ്ങളിൽ എത്ര പേര് യുദ്ധക്കളത്തിലായിരിക്കുന്ന പടയാളികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്? പത്രോസ് കാരാഗ്രഹത്തിൽ അടക്കപ്പെട്ടപ്പോ സഭ അവന് വേണ്ടി തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിച്ചുവെന്ന് വേദപുസ്തകം പറയുക. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ആത്മീയ ആയുധങ്ങൾ ധരിച്ചുകൊണ്ട് യുദ്ധക്കളത്തിലായിരിക്കണമെന്ന് വേദപുസ്തകം നമ്മെ പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. പുറപ്പാടിന്റെ പുസ്തകം 14-ാം അധ്യായത്തില് 14-ാമത്തെ വാക്യം എന്താണ് വചനം നമ്മോട് പറയുന്നത്? നമുക്ക് വായിക്കാം. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും, നിങ്ങൾ ശാന്തരായി ഇരുന്നാൽ മതി. അതെ, യുദ്ധക്കളത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ട സോൾജിയറെ, ദൈവം നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും. നീ എന്ത് ചെയ്യണം? ആത്മീയ ആയുധങ്ങൾ ധരിച്ചുകൊണ്ട് നീ ശാന്തമായിട്ടിരുന്നാൽ മതി. നീ ശാന്തമായിട്ടിരുന്നാൽ മതി. ഒരു പ്രതിസന്ധി വരുമ്പോ നമ്മുടെ ചിന്താമണ്ഡലങ്ങളെ പിശാച് ഏറ്റെടുക്കും. പിന്നീട് നമ്മളിൽ നിന്നുണ്ടാവുന്ന ആക്ഷൻ, നമ്മളിൽ ഉണ്ടാവുന്ന പ്രവൃത്തി എപ്രകാരമാണെന്ന് നമുക്ക് പോലും നിർണയിക്കുവാനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ യുദ്ധങ്ങളെ നേരിടേണ്ടി വരുമ്പോൾ വചനം പറയുകയാണ്, ദൈവത്തിൻ്റെ ആയുധങ്ങൾ ധരിച്ചുകൊണ്ട് നീ ശാന്തമായിട്ടിരുന്നാൽ മതി. കാരണം നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ദാവീദ് ഗോലിയാത്തിനെ നേരിട്ടത് നിങ്ങൾക്കറിയില്ലേ? വലിയൊരു രാക്ഷസൻ, വലിയൊരു മല്ലൻ. ഈ ദാവീദിന്റെ കയ്യിൽ മാനുഷികമായ ഒറ്റ ആയുധങ്ങളില്ല. രാജാവ് കൊടുത്ത പടച്ചട്ടയൊന്നും ദാവീദിന് അണിയുവാനുള്ള ശേഷി പോലുമില്ലായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ വലിയ സംരക്ഷണത്തിൻ്റെ കീഴിലാണ് ദാവീദ്. അതുകൊണ്ട് ഗോലിയാത്തിന്റെ മേല് വിജയം നേടുവാനായിട്ട് ദാവീദിന് സാധിച്ചു. എന്തുകൊണ്ടാ? ഈ ലോകത്തിന്റെ ആയുധങ്ങളല്ല ദാവീദ് ധരിച്ചിരിക്കുന്നത്, പിന്നെ ദൈവം നൽകിയിരിക്കുന്ന പ്രത്യേക ആയുധമാണ് ദാവീദ് ധരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വേദപുസ്തകം ഒരു കാര്യം കൂടി നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. സുഭാഷിതങ്ങളുടെ പുസ്തകം 21-ാം അധ്യായം വാക്യം 31. യുദ്ധത്തിനു വേണ്ടി കുതിരയെ സജ്ജമാക്കുന്നു, എന്നാൽ വിജയം നൽകുന്നത് കർത്താവാണ്. അതേ പ്രിയപ്പെട്ടവരെ, യുദ്ധത്തിന് വേണ്ടി നമ്മൾ ഒരു കുതിരയെ സജ്ജമാക്കുന്നു. നമ്മുടെ വിചാരം എന്താ? ഈ കുതിരയാണ് നമുക്ക് വിജയം നൽകുന്നതെന്ന്. ഒരിക്കലുമില്ല. നമ്മൾ എന്തൊക്കെ തീരുമാനമെടുത്തിട്ട് ഇടറി വീഴുന്നതിൻ്റെ കാരണം എന്താ? നമ്മൾ തീരുമാനമെടുക്കാഞ്ഞത് കൊണ്ടാണോ? യുദ്ധത്തിന് വേണ്ടി കുതിരയെ സജ്ജമാക്കുന്നു, എന്നാൽ വിജയം നൽകുന്നത് കർത്താവാണ്. അതേ പ്രിയപ്പെട്ടവരെ, ഈ ആത്മീയ യുദ്ധത്തിൽ
ദൈവം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നമുക്കെല്ലാവർക്കും വിജയം നൽകുവാനായിട്ട്, വിജയം നൽകുന്ന ദൈവത്തിലേക്ക് നമ്മൾ നോക്കണം. നെഹമ്യാ 2:20 പറയുന്നുണ്ടല്ലോ, സ്വർഗത്തിലെ ദൈവം എനിക്ക് വിജയം നൽകും, സ്വർഗത്തിലെ ദൈവം എനിക്ക് വിജയം നൽകും. അതുകൊണ്ട് യുദ്ധക്കളത്തിലായിരിക്കുന്ന ഓരോ പടയാളിയും എഫെസസ് 6-ാം അധ്യായത്തിൽ 10 മുതലുള്ള ആ വാക്യങ്ങളിൽ വേദപുസ്തകം നമ്മോട് ആവശ്യപ്പെടുന്ന ആയുധങ്ങൾ ധരിച്ചാൽ, പ്രിയപ്പെട്ടവരെ, പിന്നീട് നമ്മൾ വീണു പോവുകയില്ല. ദൈവത്തിൻ്റെ കൃപ നമ്മളെ താങ്ങി നിർത്തുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഈ ക്ലാസ് ചുരുക്കുമ്പോൾ, ഈ ദിവസങ്ങളിൽ സ്പിരിച്വൽ വാർ എന്ന ഈ ധ്യാനത്തിൽ ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത്, സാത്താൻ്റെ കുടില തന്ത്രങ്ങളെ എതിർത്ത് നിൽക്കുവാൻ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ. നമ്മൾ പടവെട്ടുന്നത് നമ്മുടെ പ്രിയപ്പെട്ടവർക്കെതിരായിട്ടല്ല. പ്രഭുത്വങ്ങൾ, ആധിപത്യങ്ങൾ, അന്ധകാര ലോകത്തിൻ്റെ അധിപന്മാർ, സ്വർഗീയ ഇടങ്ങളിൽ വർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾ, ഭയപ്പെടേണ്ട. ദൈവമായ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. നിങ്ങൾ ശാന്തരായി ഇരുന്നാൽ മതി. യുദ്ധത്തിന് വേണ്ടി കുതിരയെ സജ്ജമാക്കുന്നു, എന്നാൽ വിജയം നൽകുന്നത് കർത്താവാണ്. ദൈവം എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. തൂവെള്ള ഓസ്തിയിൽ ഞങ്ങൾക്ക് വേണ്ടി എഴുന്നള്ളി വന്നിരിക്കുന്ന ജീവിക്കുന്ന ദൈവമായ ഈശോയെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു, ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു, ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. മഹനീയമായ ഞങ്ങളുടെ ഈ പ്രവർത്തനത്തെ നിന്റെ പരിശുദ്ധാത്മാവിനാൽ ഓരോ നിമിഷവും നയിക്കുന്ന കരുണയുള്ള ദൈവമേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ തിരുവോസ്തിയിൽ ഞങ്ങൾ നിന്നെ കാണുമ്പോൾ ഞങ്ങളുടെ ഓർമ്മയിലേക്ക് വരുന്നത് ഈ തിരുവോസ്തിയിലൂടെ നീ ഇന്ന് നടത്തുന്ന വലിയ അത്ഭുതങ്ങളാണ്. രോഗശാന്തിയും മാനസിക സൗഖ്യവും പാപത്തിൽ നിന്ന് മോചനങ്ങളും അന്ധകാര ശക്തികളുടെ ആക്രമണമുള്ള സംരക്ഷണവും നീ നൽകുന്നു. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും
ഞങ്ങളുടെ ഹൃദയത്തെയും ഞങ്ങളിതാ അങ്ങേ സന്നിധിയിൽ സമർപ്പിക്കുന്നു. ശാരീരികമായ എല്ലാ രോഗങ്ങളെയും മാനസികമായ എല്ലാ ബന്ധനങ്ങളെയും ആത്മീകമായ ബന്ധനമാകുന്ന പാപങ്ങളെയും പാപസാഹചര്യങ്ങളെയും അന്ധകാര ശക്തികളുടെ പൈശാചികമായ ബന്ധനങ്ങളെയും സമർപ്പിക്കുന്നു. നിനക്ക് മാത്രമേ ഞങ്ങളെ പൂർണ്ണമായി മോചിപ്പിക്കുവാൻ സാധിക്കുകയുള്ളൂവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവേ, ഈ പൂക്കളുടെ നടുവിൽ, ഈ കത്തി നിൽക്കുന്ന മെഴുകുതിരിയുടെ ഇടയിൽ നീ ഞങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങയെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. കൈകളെല്ലാം നെഞ്ചിൽ വെച്ചുകൊണ്ട്, കണ്ണുകൾ ഈ തിരുവോസ്തിയിലേക്ക് മാത്രം നോക്കി, നിങ്ങളുടെ മനസ്സിൻ്റെ എല്ലാ വേദനകളെയും യേശുവിൻ്റെ സന്നദ്ധിയിൽ സമർപ്പിക്കുക. നമുക്ക് കേട്ട് കേട്ട് പാടാം. കത്തിയെരിയുന്ന മങ്ങിയ വെട്ടത്തിൽ. കത്തിയെരിയുന്ന മങ്ങിയ വെട്ടത്തിൽ ആശയോടിന്നു ഞാൻ മുട്ടുകുത്താടി. കത്തിയെരിയുന്ന മങ്ങിയ വെട്ടത്തിൽ ആശയോടിന്നു ഞാൻ മുട്ടുകുത്താം. പൂക്കൾ വിതറിയ പൂമെത്ത ശയ്യയിൽ ഈശോയെ ഞാനിന്നു സ്വീകരിക്കാം. പൂക്കൾ വിതറിയ പൂമെത്ത ശയ്യയിൽ ഈശോയെ ഞാനിന്നു സ്വീകരിക്കാം. എല്ലാവരും കത്തിയെരിയുന്ന മങ്ങിയ വെട്ടത്തിൽ ആശയോടിന്നു ഞാൻ മുട്ടുകുത്താം. അഴകുള്ള പൂക്കൾ വിരിയുന്നു മുള്ളിൽ, ആനന്ദമേകുന്നു മാനവനുള്ളിൽ. അഴകുള്ള പൂക്കൾ വിരിയുന്നു മുള്ളിൽ, ആനന്ദമേകുന്നു മാനവനുള്ളിൽ. ഉയർന്നീടും കുരിശിൻ്റെ പിരിമാറിൽ നിന്നും കേൾക്കുന്നു നാഥൻ്റെ സ്നേഹസ്വരം. ഉയർന്നീടും കുരിശിൻ്റെ പിരിമാറിൽ നിന്നും കേൾക്കുന്നു നാഥൻ്റെ സ്നേഹസ്വരം. പാടി. കത്തിയെരിയുന്ന മങ്ങിയ വെട്ടത്തിൽ ആശയോടിന്നു ഞാൻ മുട്ടുകുത്താം. പൂക്കൾ വിതറിയ പൂമെത്ത ശയ്യയിൽ ഈശോയെ ഞാനിന്നു സ്വീകരിക്കാം. കത്തിയെരിയുന്ന മങ്ങിയ വെട്ടത്തിൽ ആശയോടിന്നു ഞാൻ മുട്ടുകുത്താം. എല്ലാവരുടെയും കൈകൾ രണ്ടും കണ്ണുകളിൽ വെച്ചുകൊണ്ട്
ആ കൈകൾ വിടർത്തി വെച്ച് ആ വിരലിൻ്റെ വിടവിലൂടെ തിരുവോസ്തിയം നോക്കുക. നിങ്ങൾക്ക് ഈശോയെ ഈ സ്വർണ്ണ കതിരിനുള്ളിൽ പൂർണ്ണമായി കാണുവാൻ കഴിയട്ടെ. കരുണതൻ കണ്ണുകൾ തുറക്കുന്നു നാഥൻ, കാണുന്നു മക്കൾ തൻ ഹൃദയങ്ങളെ. കരുണതൻ കണ്ണുകൾ തുറക്കുന്നു നാഥൻ, കാണുന്നു മക്കൾ തൻ ഹൃദയങ്ങളെ. കണ്ണീരുവറ്റിയ മനുഷ്യന്റെ കണ്ണുകളെ കനിവിൻ്റെ കരങ്ങളാൽ തഴുകിടുന്നു. കണ്ണീരുവറ്റിയ മനുഷ്യന്റെ കണ്ണുകളെ കനിവിൻ്റെ കരങ്ങളാൽ തഴുകിടുന്നു. കൈകളെല്ലാം ഉയർത്തി. കത്തിയെരിയുന്ന മങ്ങിയ വെട്ടത്തിൽ ആശയോടിന്നു ഞാൻ മുട്ടുകുത്താ. പൂക്കൾ വിതറിയ പൂമെത്ത ശയ്യയിൽ ഈശോയെ ഞാൻ ഇന്നു സ്വീകരിക്കാം. കത്തിയെരിയുന്ന മങ്ങിയ വെട്ടത്തിൽ ആശയോടിന്നു ഞാൻ മുട്ടുകുത്താ. ശാന്തമായി മുട്ടുകുത്തി നിങ്ങളുടെ കൈകൾ രണ്ടും രണ്ട് കണ്ണുകളിലും നെറ്റിത്തടത്തിലും ശിരസിലും വയ്ക്കുക. കൈകളുടെ കീഴ്ഭാഗം കണ്ണുകളിലും നടുഭാഗം നെറ്റിയിലും അഗ്രഭാഗം ശിരസിലും വയ്ക്കുക. ഈശോ നിങ്ങളെ ഇപ്പോൾ പൂർണ്ണമായി സൗഖ്യമാക്കുന്നു. നിങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും ഈശോ ഇപ്പോൾ തൻ്റെ സൗഖ്യദായകമായ കരസ്പർശനത്തിലൂടെ സൗഖ്യത്തിൻ്റെ ആ വലിയ അനുഭവത്തിലേക്ക് കൊണ്ടുവരട്ടെ. കർത്താവായ ദൈവമേ, അവിടുന്ന് പാപിയും ബലഹീനനുമായ എനിക്ക് നൽകിയിരിക്കുന്ന പൗരോഹിത്യത്തിൻ്റെ അധികാരത്താലും പ്രത്യേകിച്ച് പോൾ ആറാമൻ മാർപ്പാപ്പയിൽ നിന്ന് ഇന്ന് അദ്ദേഹം വിശുദ്ധനാണ്. ആ വിശുദ്ധനായ മാർപ്പാപ്പയുടെ കയ്യിൽ നിന്ന് പൗരോഹിത്യം സ്വീകരിച്ച എനിക്ക് നീ നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് നന്ദി പറഞ്ഞതിനോടൊപ്പം ആ അഭിഷേകത്തിലൂടെ എല്ലാ ദിവസവും എൻ്റെ കരങ്ങൾ ഉയർത്തുന്ന ദൈവികമായ സാന്നിധ്യത്തിലൂടെ കർത്താവായ ദൈവമേ, വിശുദ്ധ കുരിശിൻ്റെ ശക്തിയാലും അമ്മയായ മറിയത്തിൻ്റെയും എല്ലാ മാലാഖമാരുടെയും വിശുദ്ധരുടെയും പ്രത്യേകമായ സാക്ഷ്യത്താലും ഈ മക്കളിൽ നിന്ന് എല്ലാ ബന്ധനങ്ങളെയും നിർവീര്യമാക്കുകയും ബന്ധിക്കുകയും നിൻ്റെ ദിവ്യ കാരുണ്യത്തിന് മുമ്പിലേക്ക് ഞാൻ പറഞ്ഞയക്കുകയും ചെയ്യുന്നു. നീ അവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. നമുക്ക് ആരാധനയുടെ ഈ ഗാനത്തിൻ്റെ വരികൾ പാടിക്കൊണ്ട് അവിടുത്തെ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കൈകൾ ഈശോയുടെ മുമ്പിൽ നീട്ടിപ്പിടിച്ചുകൊണ്ട് എല്ലാവരും, എന്നെ കേൾക്കുന്ന എല്ലാ മക്കളും
കൈകളെല്ലാം നീട്ടിപ്പിടിച്ച് ഈശോയിലേക്ക് നോക്കിയേ. നമ്മൾ ഒരുക്കിയ നമ്മുടെ ജീവിതത്തെ ഈശോയ്ക്ക് സമർപ്പിക്കാം. ആദ്യത്തെ വരികൾ മാത്രം പാടാം. നിറപുഷ്പ താലങ്ങൾ ഒരുക്കി വച്ചു, നിറപുഷ്പമാല്യങ്ങൾ കൊരുത്തു വച്ചു, നിറമിഴി നിറയെ പ്രതീക്ഷകളുമായി നിറദീപം കൊളുത്തി ഞാൻ കാത്തിരിക്കുന്നു. കർത്താവേ, നിന്നെ ഞാൻ കാത്തിരിക്കുന്നു. കൈകൾ നെഞ്ചിൽ വെച്ച് നീ വരുന്ന പൊന്നിമീഷം, നീ തരുന്ന നൽവരവും നീറുമെൻ്റെ മനസ്സിനു ശാന്തി നൽകിടും. നീട്ടുമെൻ കരങ്ങളിൽ നിൻ കരുണാ പുഷ്പങ്ങൾ നിറയ്ക്കേണമേ, എന്നും നിറയ്ക്കേണമേ. നിറപുഷ്പ താലങ്ങൾ ഒരുക്കി വച്ചു, നിറപുഷ്പമാല്യങ്ങൾ കൊരുത്തു വച്ചു, നിറമിഴി നിറയെ പ്രതീക്ഷകളുമായി നിറദീപം കൊളുത്തി ഞാൻ കാത്തിരിക്കുന്നു. കർത്താവേ, നിന്നെ ഞാൻ കാത്തിരിക്കുന്നു. നമുക്ക് യേശുവിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. യേശുവേ ആരാധന, എല്ലാവരും പാടി. യേശുവേ ആരാധന, ആരാധന, ആരാധന. ദൈവപിതാവേ, ഇളകി ആരാധിക്കുന്നു. ഹല്ലേലൂയ. എല്ലാവരും ചേർന്ന് സ്തുതിക്കട്ടെ, യേശുവിനെ ആരാധിക്കട്ടെ. യേശുവിന് സൗഖ്യവും വിടുതലും ശക്തിയും സ്വീകരിക്കുവാൻ എല്ലാ മക്കളും ദൈവത്തെ ആരാധിക്കട്ടെ. ആവാ പിതാവേ, അവിടുത്തെ പുത്രനായ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഓ ദിവ്യകാരുണ്യനാഥ ഈശോയേ, ഞങ്ങൾ ആശീർവദിക്കണമേ, ഞങ്ങൾ സൗഖ്യപ്പെടുത്തണമേ, ഞങ്ങൾ ആശ്വസിപ്പിക്കണമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളെ സഹായിക്കണമേ. യേശുവേ എൻ്റെ ആശ്രയമേ, യേശുവേ എൻ്റെ ശരണമേ, യേശുവേ എൻ്റെ ആശ്രയമേ, യേശുവേ എൻ്റെ ശരണമേ, യേശുവേ എൻ്റെ ആശ്രയമേ, യേശുവേ എൻ്റെ ശരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയുടെ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയുടെ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയുടെ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.